ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ തന്നെയും അമ്മയെയും ഉപേക്ഷിച്ച് പോയ ശേഷം അമ്മയുടെ വാക്കുകളിലെയും പ്രവൃത്തിയിലെയും അച്ഛനോടുള്ള വെറുപ്പ് മാത്രം കണ്ടു വളർന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. അച്ഛനോടുള്ള അവളുടെ പ്രതികാരം ഏതറ്റം വരെയാണെന്ന് കാണിച്ചു തന്ന ഈ ചിത്രം അവളെ എങ്ങനെയെല്ലാം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്ന് ഇനി നമുക്ക് നോക്കാം. സിനിമ ആരംഭിക്കുമ്പോൾ ഹീറോയിൻ മറ്റൊരു നാട്ടിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവൾ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്താനായാണ് അവിടെ എത്തുന്നത്. എഴുത്തുകാരനായ അയാളെ കണ്ടുപിടിക്കാനായി അവൾ അയാളുടെ പുസ്തകങ്ങൾ പതിവായി വിറ്റുപോകുന്ന ഒരു കടയിൽ കയറുന്നു. തന്ത്രപരമായി ആ എഴുത്തുകാരനെ കുറിച്ച് അവൾ അന്വേഷിക്കുന്നു. പക്ഷേ ആ കടക്കാരൻ അവളെ നിരാശപ്പെടുത്തി. എത്ര ശ്രമിച്ചിട്ടും അയാളെ നേരിൽ കാണാൻ വേണ്ടി ശ്രമിച്ച ഹീറോയിൻ പരാജയപ്പെടുന്നു. അവൾ അവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി. പിന്നീട് അവൾ ചെന്നത് ഒരു ലൈബ്രറിയിലേക്കാണ്. അവിടെയുണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ഹീറോയിൻ ആ എഴുത്തുകാരനെ കുറിച്ച് ചോദിച്ചു. പക്ഷേ അയാളെ ഒന്ന് നേരിൽ കാണണമെന്ന ആവശ്യം അറിയിച്ചിട്ടും അവരും ഹീറോയിനെ സഹായിച്ചില്ല. ഒടുവിൽ അവൾക്ക് ആകെ വിഷമമാകുന്നു. അവൾ വഴിയിൽ നിന്നും കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ ഒരു ഷോപ്പ് കാണുന്നത്. അവിടെ ആ എഴുത്തുകാരന്റെ ഒരു ഫോട്ടോ അവൾ അവിടെ കാണുന്നു. ആ കടയിൽ ഒരു പെയിന്റർ കൂടിയായ അയാൾ വരച്ച ചിത്രങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് കണ്ട ഹീറോയിൻ അവിടേക്ക് കയറുന്നു. അവിടെ കടയുടെ ഓണറായ റിഗ്ഗി ഉണ്ടായിരുന്നു. അവന് ഹീറോയിനെ കണ്ടതും ഒരു അടുപ്പം തോന്നി. ഹീറോയിൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് ആ എഴുത്തുകാരനെ കുറിച്ച് അവനോട് തിരക്കി. അയാൾ എഴുത്തുകാരൻ മാത്രമല്ല, ഒരു നല്ല ചിത്രകലാകാരൻ കൂടിയാണ്. അദ്ദേഹം വരച്ച പെയിന്റിങ്സ് ആണ് ഇവിടെ അധികവും ഉള്ളതെന്നൊക്കെ റിഗ്ഗി അവളോട് പറയുന്നു. തുടർന്ന് ഹീറോയിൻ അവളുടെ ആവശ്യം അവനെ അറിയിച്ചു. എന്നാൽ പുള്ളിക്കാരന്റെ വീട് എനിക്കറിയാമെന്നും നിന്നെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറഞ്ഞ് അവൻ ഹീറോയിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ അവിടെ എത്തിപ്പെട്ട് അയാളുടെ വീട് അവൾ കണ്ടെത്തിയെങ്കിലും അയാൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ നിരാശയോടെ ഹീറോയിൻ ആ വീടൊക്കെ നോക്കിക്കണ്ട ശേഷം അവിടെ നിന്നും തിരികെ മടങ്ങി. അന്ന് രാത്രി അവൾ അയാളുടെ ഒരു ഫോട്ടോ എടുത്ത് തന്റെ മുന്നിലായി വച്ചു. ശേഷം വികാരത്തോടെ അവൾ അയാളെ നോക്കി നിന്നു. ആ എഴുത്തുകാരൻ അവളെയും തന്റെ അമ്മയെയും കുട്ടിക്കാലത്ത് തന്നെ ഉപേക്ഷിച്ചു പോയ തന്റെ അച്ഛനാണെന്ന് അപ്പോഴാണ് കാണിക്കുന്നത്. ശേഷം അവൾ ഇട്ടിരുന്ന വേഷങ്ങൾ അയച്ചുമാറ്റി കുളിക്കാനായി പോകുന്നു. ആ സമയം അവൾ തന്റെ കുട്ടിക്കാലം ഓർത്തെടുക്കുന്നു. അച്ഛൻ അവരെ വിട്ടുപോയ ശേഷം അമ്മ അവളെ പറഞ്ഞു പഠിപ്പിച്ചത് അച്ഛനെ വെറുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മാത്രമല്ല, ഒരാണിനെയും വിശ്വസിക്കരുതെന്നും പറഞ്ഞ് അവളെ പുരുഷന്മാരെ മുഴുവൻ വെറുക്കാനായി പറഞ്ഞ് പഠിപ്പിച്ച് അവളുടെ മനസ്സിനെയും അവർ തളർത്തിയിരുന്നു. ഇതിനെല്ലാം കാരണം തന്റെ അച്ഛനാണെന്ന് ബോധ്യപ്പെട്ട അവൾ അയാൾക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ശിക്ഷ കൊടുക്കാനായിരുന്നു അവൾ അയാളെ തേടിയെത്തിയത്. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. അന്നായിരുന്നു അവൾ അയാളെ ആദ്യമായി കാണുന്നത്. മകളാണെന്ന് അറിയാതെ അയാൾ അവളോട് ആരാ, എന്ത് വേണം എന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ നിങ്ങളുടെ എഴുത്തുകളുടെ ഒരു ആരാധികയാണെന്നും നേരിൽ കണ്ട് സംസാരിക്കാനായി വന്നതാണെന്നും അവൾ പറയുന്നു. അച്ഛൻ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ശേഷം അയാൾ അവൾക്ക് കഴിക്കാൻ കുറച്ച് ഫുഡ് കൊടുക്കുന്നു. തുടർന്ന് എനിക്ക് നിങ്ങളുടെ എഴുത്തുകളിൽ ഒരു പങ്കാളി ആവാൻ താല്പര്യമുണ്ടെന്നും ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതിനാൽ ഞാനും കൂടി ഒപ്പം കൂടിക്കോട്ടെ എന്ന് ഹീറോയിൻ അയാളോട് ചോദിച്ചു. പക്ഷേ തന്റെ എഴുത്തുകൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് കഴിച്ചിട്ട് വേഗം സ്ഥലം വിടാൻ അയാൾ അവളോട് ആവശ്യപ്പെട്ടു. അവൾക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത നിരാശയായി. തുടർന്ന് അയാളുടെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ ഹീറോയിൻ അവിടെ ഒരു റൂമിൽ കയറി വാതിലടച്ചു. ഹീറോയിനെ അന്വേഷിച്ചു വന്ന അയാൾ ആ വാതിൽ തുറന്നതും മുറിയിൽ വേഷങ്ങളൊന്നും ഇല്ലാതെ കിടക്കുന്ന അവളെ അയാൾ കാണുന്നു. ആ കാഴ്ച കണ്ട അയാൾ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. നിനക്ക് എന്താ പറ്റിയത്, നീ എന്തൊക്കെയായി കാണിക്കുന്നത് എന്ന് ചോദിച്ച് ഒരു പുതപ്പെടുത്ത് അയാൾ അവൾക്ക് കൊടുത്തു. പെട്ടെന്ന് ഹീറോയിൻ അയാളെ വലിച്ച് അടുത്തേക്കിട്ടു. അയാൾ പെട്ടെന്ന് അവളെ തള്ളി മാറ്റി. അവൾ നിർബന്ധിച്ചിട്ടും അയാൾ പിന്മാറിയപ്പോൾ ഹീറോയിന് കടുത്ത നിരാശയായി. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരിക്കലും നടക്കില്ല എന്ന് അയാൾ പറയുന്നു. ശേഷം നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച് അയാൾ ഹീറോയിനെ ആശ്വസിപ്പിച്ചു. വേഗം വേഷങ്ങൾ എടുത്തിട്ട് പോയിട്ട് വരൂ എന്ന് പറഞ്ഞ് അയാൾ അവളെ യാത്രയാക്കി. തുടർന്ന് അടുത്ത ദിവസം ഹീറോയിന്റെ അച്ഛന്റെ വീട്ടിലെ ജോലിക്കാരിയെ വഴിയിൽ വെച്ച് ഹീറോയിൻ കണ്ടുമുട്ടുന്നു. അവൾ വാങ്ങിയ വീട്ടു സാധനങ്ങൾ കൈക്കലാക്കി ഞാൻ കൊണ്ടു പൊയ്ക്കോളാം, നീ ഇന്ന് മുഴുവൻ ലീവ് എടുത്ത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ജോലിക്കാരിയെ ഹീറോയിൻ പറഞ്ഞയക്കുന്നു. ശേഷം വീട്ടു സാധനങ്ങളുമായി അവൾ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. സാധനങ്ങളുമായി വന്ന ഹീറോയിനെ കണ്ടതും അയാൾക്ക് അത്ഭുതമായി. അവിടെ വീണ്ടും കയറിപ്പറ്റാനായി അവൾ കണ്ടെത്തിയ മാർഗത്തിലൂടെ കാര്യങ്ങൾ വിചാരിച്ച പോലെ തന്നെ നടത്താനായി അവൾ ശ്രമം തുടങ്ങി. ജോലിക്കാരിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയതും അവൾക്ക് ലീവ് കൊടുത്തതുമെല്ലാം ഹീറോയിൻ അയാളോട് പറയുന്നു. തുടർന്ന് ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ഒരു അവസരം തന്നു നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ടൈപ്പ് ചെയ്ത് സഹായിക്കാമെന്ന് അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഒരു വിധത്തിൽ മനസ്സില്ലാ മനസ്സോടെ അതിന് സമ്മതം മൂളുന്നു. അത് കേട്ട് ഹീറോയിന് വളരെയധികം സന്തോഷമായി. അവളുടെ ഈ ഒരു പ്രത്യേക സ്വഭാവം കണ്ട് അയാൾക്കും അമ്പരപ്പായി നിൽക്കേണ്ടി വരുന്നു. തുടർന്ന് ഹീറോയിന്റെ അച്ഛന്റെ കാമുകി അയാളെ കാണാനായി അവിടേക്ക് വരുന്നു. അവിടെ വെച്ച് ഹീറോയിനെ യാദൃച്ഛികമായി കണ്ടതും കാമുകിക്ക് അയാൾ ഹീറോയിനെ പരിചയപ്പെടുത്തി കൊടുത്തു. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു
സഹായിയുടെ ആവശ്യം ഉണ്ടോ എന്ന ചോദ്യം കാമുകി അയാളോട് ചോദിച്ചു. പക്ഷേ സാരമില്ല, എന്റെ പുതിയ വർക്കിന്റെ ഭാഗമായി തൽക്കാലം ഇവിടെ നിന്നോട്ടെ എന്ന് അയാൾ പറഞ്ഞൊപ്പിച്ചു. തുടർന്ന് അന്ന് രാത്രി അവർ കുറച്ച് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. പാർട്ടിയിൽ പങ്കെടുക്കാനും ഹീറോയിനെ വളയ്ക്കാനുമായി റിഗ്ഗിയും അവിടെ എത്തുന്നു. അവൻ ഹീറോയിനെ കറക്കിയെടുത്ത് പുറകിലോട്ട് കൊണ്ടുപോയി ചെറിയ പരിപാടികൾ നടത്തുന്നു. തൽക്കാലം തന്റെ ലക്ഷ്യം നേടാനായി അവൾക്ക് അവനെ ആവശ്യം ആയിരുന്നതുകൊണ്ട് ഹീറോയിൻ അവന് അത്യാവശ്യം വേണ്ടതെല്ലാം കൊടുക്കുന്നു. എങ്കിലും അവൻ തന്നിലേക്ക് കൂടുതൽ അടുക്കാതിരിക്കാനായി അവൾ അവനെ അകറ്റി നിർത്താനുള്ള അടവുകളും പ്രയോഗിച്ചു. അടുത്ത ദിവസം റിഗ്ഗിയുടെ ഒപ്പം പുറത്തേക്ക് പോകാമെന്ന് വാക്കുകൊടുത്ത അവൾ അവന്റെ സന്തോഷത്തിനായി ഒന്ന് കറങ്ങാനായി പോകുന്നു. അവർ വളരെ സന്തോഷമായി ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ തമ്പടിച്ചിരിക്കുന്ന ടൈമിൽ കുറച്ച് അകലെ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ഹീറോയിൻ പതിയെ അങ്ങോട്ട് പോയി എന്താ എന്ന് നോക്കി. ആ സമയം തന്റെ അച്ഛനും അയാളുടെ കാമുകിയും അവിടെ സുഖവാസത്തിന് വന്നത് അവൾ കാണുന്നു. അവർ വളരെ ക്ലോസ് ആയി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഹീറോയിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ആ സന്തോഷം എങ്ങനെയെങ്കിലും തകർക്കാനായി അവൾ തീരുമാനിച്ചു. അതിനായി റിഗ്ഗിയെ അവിടെ നിന്നും ഒഴിവാക്കുക എന്നതായിരുന്നു അവൾ ആദ്യം ചെയ്തത്. വളരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ അവൾ റിഗ്ഗിയെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അവൻ സങ്കടത്തോടെയും അവളോട് ദേഷ്യം കാണിച്ചും അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം അവിടെ കാല് തെറ്റി വീണ പോലെ അഭിനയിച്ച് അവൾ അച്ഛന്റെയും കാമുകിയുടെയും ശ്രദ്ധ അവളിലേക്ക് തിരിച്ചുവിട്ടു. അത് കണ്ട് ഓടി വന്ന അവർ ഹീറോയിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷേ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തിയത് അയാളുടെ കാമുകിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം അയാളുടെ എഴുത്തിന്റെ കാര്യത്തിൽ ഹീറോയിൻ കാര്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. വളരെ നീറ്റായി അവൾ ജോലികൾ ചെയ്ത് കൊടുക്കുന്നതിൽ അയാൾക്ക് സന്തോഷമാകുന്നു. ഹീറോയിനെ അച്ഛൻ പല ആവർത്തി അഭിനന്ദിക്കുകയും ചെയ്തു. തുടർന്ന് രാത്രി അവിടെ റിഗ്ഗിയും അച്ഛന്റെ കാമുകിയും എത്തുന്നു. അവർ രണ്ടുപേരും തങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ജോഡിയായി ഇരിക്കാനാണ് എത്തുന്നത്. പക്ഷേ ഹീറോയിനെ കുറിച്ച് അയാൾ വാതോരാതെ പ്രശംസിക്കുന്നത് കാമുകിക്കും ഹീറോയിൻ അച്ഛനെ പുകഴ്ത്തി സംസാരിക്കുന്നത് റിഗ്ഗിക്കും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത ദിവസം അവിടുത്തെ ജോലിക്കാര് കുറച്ചു ദിവസത്തേക്ക് വരില്ല എന്ന് പറയുന്നു. അതോടെ താൻ പെട്ടു എന്ന് കരുതിയിരുന്ന അയാൾക്ക് അവിടെയും ഹെൽപ്പിംഗ് ആയി ഹീറോയിൻ അടുക്കള ജോലികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. അതോടെ അവൾ എല്ലാ വിധത്തിലും തനിക്കൊരു ഉപകാരിയാണെന്ന് കണ്ടപ്പോൾ അയാൾ ഹീറോയിനെ വല്ലാതെ ക്ലോസ് ആയി ഇഷ്ടപ്പെടുന്നു. കൂട്ടത്തിൽ തന്റെ എഴുത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും നിത്യേനയുള്ള തന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും അവൾ ചെയ്തപ്പോൾ തന്റെ കാമുകിയെ പോലും അയാൾ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. തുടർന്ന് അയാൾക്ക് ഹീറോയിനോടുള്ള ഈ അമിതമായ അടുപ്പം കണ്ട് സഹിക്കാൻ വയ്യാതെ അയാളുടെ കാമുകി അവരുടെ അമർഷം അയാളെ അറിയിക്കുന്നു. പക്ഷെ ഹീറോയിനെ എത്രയും വേഗം ഇവിടെ നിന്നും പറഞ്ഞയക്കണമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഹീറോയിന്റെ അച്ഛൻ അതിന് ശക്തമായി എതിർക്കുന്നു. എന്നാൽ തന്നേക്കാൾ വലുത് ഇപ്പോൾ എവിടെ നിന്ന് വന്ന ഒരു പെണ്ണാണെന്ന് ഉള്ള കാരണം എടുത്തു പറഞ്ഞ് കാമുകി അയാളോട് ഉടക്കി പിരിഞ്ഞ് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് അയാൾ അതൊന്നും കാര്യമാക്കാതെ തന്റെ പൂർത്തിയായ എഴുത്തിന്റെ ഭാവി പരിപാടികൾക്ക് വേണ്ടി അയാളും ഹീറോയിനും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവർ അവിടെ ഒരു വീട്ടിൽ താമസമാക്കി. ശേഷം പലയിടങ്ങളിലും അവർ അടിച്ചുപൊളിച്ച് കറങ്ങി നടക്കാനായി ഇറങ്ങി. ഈ ദിവസങ്ങളിൽ അയാൾ ഹീറോയിനുമായി പിരിയാൻ കഴിയാത്ത വിധം അടുക്കുന്നു. അത് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം അവർ തിരിച്ചെത്തുന്നു. എന്നാൽ തിരികെ വന്ന പാടെ ഒരു ദിവസം ഹീറോയിൻ റിഗ്ഗിയെ കാണാനായി അവന്റെ അടുത്തേക്ക് പോകുന്നു. വളരെ നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ റിഗ്ഗിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ശേഷം അവർ വളരെ ക്ലോസ് ആയി ഇടപഴകാനും തുടങ്ങി. റിഗ്ഗിയും ഹീറോയിനും ഗാഢമായി ചുംബിക്കാനും തുടങ്ങുന്നു. എന്നാൽ ആ സമയം ഹീറോയിന്റെ അച്ഛൻ ആ കാഴ്ചയും കണ്ടുകൊണ്ട് അവിടേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നു. പെട്ടെന്ന് ഹീറോയിൻ റിഗ്ഗിയിൽ നിന്നും അകന്നു മാറി. ഹീറോയിനോട് ദേഷ്യപ്പെട്ട് അയാൾ അതോടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വീട്ടിലെത്തിയ ശേഷം അയാൾ വല്ലാതെ മദ്യപിക്കുന്നു. ഹീറോയിൻ അപ്പോഴേക്കും അവിടെ എത്തിയിരുന്നു. അയാളുടെ ദേഷ്യം കണ്ട ഹീറോയിൻ ഇത്രയും ദിവസം ഇത്ര സുന്ദരിയായ ഞാൻ ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾ എന്താ ശ്രദ്ധിക്കാത്തതെന്ന് അവൾ അയാളോട് ചോദിച്ചു. അയാൾ അതിന് ഒരു പരിങ്ങലോടെ നിൽക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ നിങ്ങൾ എന്താ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് അവൾ വീണ്ടും ചോദിച്ചു. അത് കേട്ടപാടെ മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് അയാൾ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വരുന്നു. ശേഷം അയാൾ ഹീറോയിനെ ചുംബിക്കുകയും അവർ ബന്ധപ്പെടുകയും ചെയ്യുന്നു. ബന്ധങ്ങൾ മറന്ന് അവർ ചെയ്യുമ്പോഴും ഹീറോയിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അയാളോട് താൻ മകളാണെന്ന കാര്യം വെളിപ്പെടുത്തി അയാളെ മാനസികമായി തകർക്കാൻ തീരുമാനമെടുക്കുന്നു. ശേഷം അവൾ ആ സത്യം അയാളോട് വെളിപ്പെടുത്തുന്നതായി കാണിക്കുന്നു. താൻ ഇപ്പോൾ ഒന്നിച്ചു കഴിഞ്ഞത് തന്റെ മകൾക്കൊപ്പം ആണെന്നറിഞ്ഞ അയാൾ അതോടെ തകർന്നു പോകുന്നു. ശേഷം അയാൾ അവിടെ പൊട്ടിക്കരയുന്നു. എന്നാൽ അച്ഛനോട് സത്യം തുറന്നു പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കുമെന്ന് അവൾ ഒരു ഇമാജിൻ ചെയ്യുന്ന സീൻ മാത്രമായിരുന്നു അത്. യഥാർത്ഥത്തിൽ അവരുടെ ആ ബന്ധപ്പെടലിന് ശേഷം അവൾ ഉറങ്ങിക്കിടന്നിരുന്ന തന്റെ അച്ഛന്റെ അടുത്തു നിന്നും അയാൾ പോലും അറിയാതെ എന്നേക്കുമായി അവിടെ നിന്നും പോകുന്നതാണ് കാണിക്കുന്നത്. അവൾക്ക് ആ സത്യം ഒരിക്കലും അയാളെ അറിയിക്കാൻ കഴിയില്ല. തന്റെ പ്രതികാരം ഒരിക്കലും അവൾക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവൾ തിരികെ പോകുന്നു. അതോടെ ഈ സിനിമ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി നിങ്ങൾക്ക് ഏത് സിനിമയുടെ എക്സ്പ്ലനേഷൻ ആണ് വേണ്ടതെന്ന് ഒരു കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.